ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ മാസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത്, ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾക്ക് പൈസയെക്കുറിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്ത വരുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അതിന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഇതായിരിക്കണം. കാരണം നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിങ്ങിൽ അകപ്പെട്ടു പോയതോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു തലയിൽ മുഴുവൻ നിങ്ങൾക്ക് ശരിക്കും പൈസയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം. ചിലപ്പോൾ ചില ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നിവർന്ന് നിൽക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയുള്ള ആൾക്കാരും ഉണ്ട്. എനിക്ക് തോറ്റെടുത്തുനിന്ന് എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം, അത് ഞാൻ എൻ്റേതായ രീതിയിൽ നിലനിന്നുകൊണ്ട് എനിക്ക് ജയിച്ച് കാണിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി. അതിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ആണ് മനസ്സിലുള്ളതെങ്കിലും അതല്ല നിങ്ങളിപ്പോൾ ആൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്രോത്ത് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല എന്നാണ്. ഇതിൽ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇപ്പോൾ എത്ര പ്രായമാവട്ടെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പ്രായം കണക്കാക്കുകയോ വേണ്ട. ഒരു നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഉള്ള ആൾക്കാർ വരുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ, അതുപോലെ നിങ്ങളും ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കാം, അഥവാ ഇനി പ്രായം കൂടിയ ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഒരു ലവ് എനർജി നിങ്ങളിൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് ഏറ്റവും പ്യുവറായിട്ടുള്ള എനർജിയാണ് ലവ് എനർജി. അപ്പോൾ അത് നമ്മളെ സ്നേഹിക്കാനും ചിലപ്പോൾ പല ആൾക്കാർക്കും നമുക്ക് സ്നേഹിക്കപ്പെടാനും ആഗ്രഹമുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ. പല ആൾക്കാരല്ല, എല്ലാവരും തന്നെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷവും ഒക്കെ തോന്നുന്നൊരു സമയമാണ്. മാത്രമല്ല നിങ്ങൾക്ക് പല ഇൻഡ്യൂഷൻസും വരുന്നുണ്ട്. ഹാപ്പിനെസ് ആണ്, നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഈ ഒരു സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ഡോപ്പാമിനൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നിങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിന്തകളിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുന്നൊരു സമയമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. കുറേ ആൾക്കാർ പാസ്റ്റ് മെമ്മറിയിലിരിക്കുന്നു എന്നാണ്. പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഏതൊക്കെയോ സംഭവങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്നുണ്ട്. നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാലും ആ ഒരു മെമ്മറീസ് വീണ്ടും മനസ്സിൽ വരുന്നു എന്നാണ്. അതിലൂടെ നമുക്ക് ഹൃദയത്തിൽ നിന്നും ചോര വരുന്നു എന്നാണ്. അപ്പോൾ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഇന്നത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതല്ല എന്ന് മനസ്സിലാക്കുക. അത് കടന്നുപോയി, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം, അത് എക്സ്പീരിയൻസ് ചെയ്തു, അത് കടന്നുപോയി. ആ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഓർമ്മകൾ നിങ്ങളെ ശരിക്കും ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഓർമ്മകളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഉറക്കം വരാത്ത, അല്ലെങ്കിൽ നമ്മളെ എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ, അല്ലെങ്കിൽ എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണില്ല. പാസ്റ്റ് ആണെന്ന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. മറ്റേ ഇത് കണ്ടില്ലേ, തലയൊക്കെ ഇങ്ങനെ
നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ തലയിലൊക്കെ ഇങ്ങനെ തലമുടി പിടിക്കുകയും തലയിലടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ അതിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ വേദനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു ജന്മത്തിൽ എന്തൊക്കെ പെയിൻ നമുക്ക് വന്നിട്ടുണ്ടോ അതൊക്കെ ഈ ഒരു സമയം നമ്മളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് മാത്രമാണ്. അതിനി എന്ത് കാര്യമായാലും ആരെങ്കിലും വിട്ടിട്ട് പോകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും ചിലപ്പം അത് ഇല്ലാതായി പോകുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടം വരുന്നതോ ഒക്കെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്നാണ്. ആ ഒരു കാര്യം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിങ്ങനെയാണ്. കാരണം ഈ ടാരോയൊക്കെ കാണുന്ന ആൾക്കാർ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തിനാണ് ഈ സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയതിൻ്റെ കാരണം ഈ വേദനകളായിരിക്കും. അപ്പോൾ ആ ഒരു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത എത്രയോ ആൾക്കാർ ഭൂമിയിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ലെവൽ എത്ര ഉയർന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ സമയവും നമ്മളുടെ സോളിൻ്റെ ആ ഒരു എനർജിയിൽ ഇരിക്കാനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ വേദനകൾ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. പിന്നെ ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇത് റിലേഷൻഷിപ്പിലായാലും അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ഇതൊരു കർമ്മമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കർമ്മം തിരിച്ചു കിട്ടുന്നതാണ്. പിന്നെ പല ആൾക്കാരും ഇപ്പം ഈ ജന്മത്തിൽ വളരെ പ്യുവർ സോളായിരിക്കും. നിങ്ങൾ വളരെ തെറ്റുകളൊന്നും ചെയ്യാത്ത, എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരുപാട് ആൾക്കാരിൽ നിന്ന് പഴി മാത്രം കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും മറ്റുള്ളവർ കൺവിൻസ് ആവൂല. അത് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ പ്യുവറായിട്ട് വളരെ നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഏറ്റവും മോശമായിട്ടായിരിക്കും നിങ്ങളെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ വേദനയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കുറേ ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ പോകേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അവരുടെ സോളിനറിയാം എന്താണ് സംഭവിച്ചതെന്ന്, അവരുടെ സോളിനറിയാം. അപ്പം നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ പോകാതിരിക്കുക. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ തെറ്റുകളായിരിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ജന്മത്തിൽ പ്യുവറാണ്, വളരെ നല്ലതാണ്, എല്ലാവർക്കും നല്ലത് ചെയ്യുന്നു, പക്ഷെ ആ നന്മയൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ദ്രോഹം മറ്റുള്ള ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില കുടുംബങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ചില പ്രണയത്തിൻ്റെ പേരിൽ കുടുംബങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കുള്ള സ്പിരിച്വൽ പവർ നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ജന്മത്തിൽ ഒരുപാട് ബ്ലാക്ക് മാജിക് ഒക്കെ നമുക്ക് കേൾക്കുന്നത് അതുകൊണ്ടായിരിക്കും. സ്പിരിച്വൽ പവറുള്ള ആൾക്കാർ ചിലപ്പം കുറേ ഇത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു അഹങ്കാരമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്പിരിച്വൽ പവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഒക്കെ ബ്ലാക്ക് മാജിക് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ കുറേ ആൾക്കാർ നമ്മളന്ന് ബ്ലാക്ക് മാജിക് ചെയ്യും, നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണ്, കർമ്മയാണ്. അപ്പോൾ ഇത് കർമ്മയാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഇതെൻ്റെ കർമ്മയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. എയ്റ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഇതൊരു സക്സസ് ആണ്. നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ഹീലാവണം കേട്ടോ. തിരിച്ചറിയുന്ന കാര്യം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളത് ഹീലാകുക. ഒരു വ്യക്തി വേദനിപ്പിച്ചാലും അത് അവർക്ക് ഫോർഗീവ്നെസ് കൊടുത്ത് നിങ്ങൾ ഹീലാവുക. അത് എന്ത് തന്നെ ആയാലും അത് മനസ്സിൽ വെക്കാതിരിക്കുക. ഇത് ഹീലാവുക എന്നുള്ളത് എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വേദനയുള്ള ഒരു കാര്യം, അത് ആ വേദന മാറ്റിക്കളയുക എന്നുള്ളതാണ് ഹീലാവുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പ്രാർത്ഥിക്കുക. ഇപ്പം മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് മതത്തിലാണോ ഉള്ളത് ആ മതത്തിലെ ദൈവത്തിന് അല്ലെങ്കിൽ ആ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിക്ക് നിങ്ങൾ തർപ്പിച്ചു കൊടുക്കുക. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്നെ ഇതിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങ് അർപ്പിച്ചു കൊടുക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണെന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സക്സസ് വരുന്നു എന്നുള്ളതാണ്. യാത്രകളുണ്ട് നിങ്ങൾക്ക്, അത് ഈ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു യാത്രയുടെ അനുമതി കിട്ടുന്നതോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. വിക്ടറി ആൻഡ് സക്സസ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഈ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയണം. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയണം. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നമ്മൾ നമ്മളുടേതായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി അവിടെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകുക, ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഡിപ്പെൻഡൻസി അങ്ങ് മതിയാക്കുക. നമ്മൾ ആരെയും ആശ്രയിച്ചാണ് ജീവിക്കുക. നമ്മളിപ്പോഴും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആയാലും, നമ്മളുടെ ഒന്ന് പോവാമോ ഫാമിലി മെമ്പേഴ്സിനെ ആയാലും സുഹൃത്തുക്കളെ ആയാലും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെയും നമ്മൾ വെറുതെ ആശ്രയിക്കും എന്നുള്ളതാണ്. അവരെ വേണം നമ്മളുടെ കൂടെ, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയൂലേ, ആ ഒരു കാര്യം ഇല്ലാതാക്കി കളയുക. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ചെയറിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട, ആരെയും ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ നമ്മളുടേതായ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മളുടെ അടുത്ത് എല്ലാവരും വരണത്. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒന്ന് പോയേ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻസിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കണം എന്നാണ് കേട്ടോ. ഒരു മനുഷ്യരെയും ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കേണ്ട ഇതുണ്ട്. കാരണം നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതില് 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇതിലും ഒരു സക്സസ് ആണ് ഇതിനകത്തും കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എത്ര കഷ്ടതയിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്തുണ്ടാക്കിയ ഒരു സക്സസ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു സമയമാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളായിട്ട് ഇരുന്നു കൊണ്ട് കുറേ കഷ്ടതകളിലും നിങ്ങൾക്ക് പ്രതികൂലമായ കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. അതിൽ നിന്നൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടൊരു സക്സസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതിനകത്ത് കണ്ടല്ലോ, ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷെ ആ ആളിനും സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എത്രമാത്രം ഇച്ഛാശക്തി ഉണ്ടായിട്ടായിരിക്കണം ഈ ഒരു സക്സസ് കിട്ടിയത്. അപ്പം നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻസിൽ ഇരിക്കാതെ, നമ്മളുടെ ലിമിറ്റേഷൻസ് ഒക്കെ വിട്ട് കളഞ്ഞ് നമ്മൾ ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് പറ്റൂല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വിട്ട് കളഞ്ഞ് നമ്മൾ പറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ശ്രമം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സോള് ഹാപ്പി ആകുന്നത്. ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒരു ആയുധമുണ്ട്. അത് ആ ആയുധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പിതൃക്കളോ ദൈവമോ ഒക്കെ തന്നിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഗിഫ്റ്റ് നമുക്ക് ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഇതിൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉള്ളത് പോലും ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് തിരിച്ചറിവില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും ഫലിക്കും. അതൊരു ഗിഫ്റ്റാണ് കേട്ടോ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എന്ത് പറഞ്ഞാലും ഫലിക്കും. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞാലും ഫലിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ സംഭവിക്കും. അത് സത്യമാണ്. അത് ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല, അതൊക്കെ സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള
ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. കാരണം ഈ ഒരു കാര്യം, ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മഫലം കൂടി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം കർമ്മയാണ് ഇതിൽ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയണതിൻ്റെ കാര്യം, ഇതിനൊരു കർമ്മ ഉണ്ടാക്കും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇന്നലെ ശിവഭഗവാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തരുന്നതെന്ന് നോക്കാം. ഹാർഡ്ലി ഈസ് ബിഗ്, ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗോ ആണ്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം വലുതാണ്, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ അത് സമയമെടുക്കും എന്നുള്ളതാണ്. ഇതെല്ലാം തടസ്സങ്ങളെല്ലാം മാറിപ്പോകാനുള്ളൊരു സമയമെടുക്കും. അപ്പം നിങ്ങൾ അക്ഷമരായിട്ടിരിക്കുന്ന ആൾക്കാർ ക്ഷമയോടെ ഇരിക്കാനാണ്. പക്ഷെ മസ്റ്റായിട്ടും അത് മാറിപ്പോകും. നിങ്ങളുടെ മുന്നിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും എന്നുള്ളതാണ്. പക്ഷെ അത് ചിലപ്പോൾ നമ്മളുടെ കർമ്മഫലമാണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കൂട്ടാ. അപ്പം അത് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം എന്നാണ്. ഹോൾഡ് ഓൺ ആണ്. അപ്പോൾ ശരിക്കും നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യണത് അത് മുറുകെ പിടിക്കാനാണ്. മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ, നിങ്ങളിപ്പം വിശ്വസിക്കുന്ന ശക്തിയെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ, അത് വിട്ട് കളയാതിരിക്കുക. കാരണം ആ ഒരു ശക്തി നിങ്ങളെ വിട്ട് കളയുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്. അപ്പം നിങ്ങളും വിട്ട് കളയാതിരിക്കുക. നിങ്ങളത് മുറുകെ പിടിക്കാനാണ്. നിങ്ങളെയും മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ എന്തിലാണോ വിശ്വസിക്കുന്നത്, നമ്മൾ ഏത് ശക്തിയിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ ശക്തി എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ കർമ്മഫലങ്ങൾ തീരാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായ ഉള്ള റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ വരാത്തത്. അത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. റിലീസ് ആൻസൈറ്റി, സ്റ്റേ കൂളാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആകാംക്ഷയും ഭയവും ഒക്കെ ഒന്ന് റിലീസ് ചെയ്ത് കളയാൻ. അപ്പം നമുക്ക് ക്ഷമയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. എപ്പോഴും ആകാംക്ഷയാണ്, അയ്യോ അത് എന്ത് സംഭവിക്കും. നമ്മളൊരു കാര്യം അത് സറണ്ടർ ചെയ്ത് കൊടുത്താൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ആൻസൈറ്റി അത് വിട്ട് കളയുക. കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക. വളരെ കുട്ടികളെപ്പോലെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവർക്ക് ഒരു തരത്തിലുള്ള ആകുലതകളും ഇല്ല. ദൈവത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലും രുദ്രഗായത്രിയാണ്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത്. അപ്പോൾ അത് നിങ്ങൾ ആ മന്ത്രം നിങ്ങൾ രുദ്രഗായത്രി ചൊല്ലുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് പേഴ്സണൽ റീഡിങ് കിട്ടുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആരും. നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജനറൽ റീഡിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇതൊരു കർമ്മ ആണ് കേട്ടോ. എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. മറ്റുള്ളവരുടെ ബാഡ് കർമ്മ എടുക്കുന്നതാണ്. അതാണ് ടാരോയിൽ കുറേ നെഗറ്റീവ്സ് വരുമെന്ന് പറയുന്ന കാര്യം. നമ്മൾ ഒരു ദക്ഷിണ അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. പിന്നെ ഇത് യൂട്യൂബിൽ നമുക്ക് ഇൻകം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതും സ്വീകരിക്കുന്നത് എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച്, അതായത് ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ ഒക്കെ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.